നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി മനുഷ്യർ, എനിക്ക് 800 കോടി ജനങ്ങളുണ്ട് ലോകത്തിൽ. ഈ 800 കോടി ജനങ്ങളിൽ 2650 ബില്യണേഴ്സ് ഉണ്ട്, 5 കോടി മില്യണേഴ്സ് ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് പണമുണ്ടാക്കണം, ഒരു മില്യണിയർ ആവണം എന്ന് ആഗ്രഹമുള്ളവരുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്യുമോ? എന്തുകൊണ്ട് ഞാനിത് ചോദിച്ചെന്നറിയാമോ? പലപ്പോഴും നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. പലരും വിചാരിക്കും പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണമുള്ള ആളുകളെല്ലാവരും എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് പണമുണ്ടാക്കുന്നത്. അവരുടെ ജീവിതത്തിൽ തെറ്റായ വഴികളിൽ കൂടി പോയാൽ മാത്രമേ ഏറ്റവും നല്ല രീതിയിൽ സമ്പന്നനാവാൻ പറ്റുകയുള്ളൂ എന്നാണ് പൊതുവെ മനുഷ്യരുടെ മനസ്സിലുള്ള ധാരണ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ധാരണയുണ്ട്? കാരണം ഒരു ബിസിനസ് പാരമ്പര്യവുമില്ലാത്ത ഒരു വീട്ടിൽ നിന്നാണ് ഞാൻ എൻ്റെ ബിസിനസ് ജേർണി ആരംഭിക്കുന്നത്, അതും ഒരു വിദ്യാർത്ഥിയായിട്ട്. അപ്പോൾ ആ ഒരു ജേർണി ആരംഭിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മവിശ്വാസം മാത്രമാണ് എനിക്ക് കൈമുതലായിട്ടുണ്ടായിരുന്നത്. ആ ഒരു ധൈര്യം വെച്ചിട്ട് ദൈവത്തിൽ 100% സറണ്ടർ ചെയ്തിട്ട് ഞാൻ തുടങ്ങിയ എൻ്റെ ഒരു ജീവിതം ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ വിജയമായിരുന്നു. വളരെ പെട്ടെന്ന് ഒരു മില്യണിയർ ആവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും സക്സസ് എന്ന് പറയുമ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തെങ്കിലുമൊക്കെ നേടുന്നതാണ് സക്സസ് എന്ന് പലപ്പോഴും ആൾക്കാർ വിചാരിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ അധികം നേട്ടങ്ങൾ നേടുന്നതിനെ സക്സസ് ആയിട്ട് വിചാരിക്കാറില്ല. നമ്മൾ ഉണ്ടാക്കിയ സക്സസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിൽ നിന്ന് ഗ്രോ ചെയ്യാൻ നമ്മൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതാണ് സക്സസ് ആയിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യുക. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തുകൊണ്ട് മെജോറിറ്റി മനുഷ്യരും 95% ആൾക്കാരും ജീവിതത്തിൽ പരാജയപ്പെടുമ്പോൾ 5% ആൾക്കാർ മാസീവ് സക്സസ്സിലേക്ക് പോകുന്നു? എന്തെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും ഈ ഒരു ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണ ആൾക്കാരുടെ ഒരു സീക്രട്ട് പറയാൻ പറ്റും? കാരണം അവർ ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുന്നു, അവർക്ക് ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ലക്ഷ്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സക്സസ്സിലേക്ക് മാസീവ് സക്സസ്സിലേക്ക് അവനെത്തിക്കണത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഹെൽത്തിനെ പറ്റി, നിങ്ങളുടെ കരിയറിനെ പറ്റി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി, നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങൾ ഈ ഒരു ലോകത്തിൽ എന്തിനു വന്നു എന്നും എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നതെന്നും നിങ്ങളുടെ ലൈഫിൻ്റെ പർപ്പസ് എന്താണെന്നും നിങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ തുടങ്ങിയാൽ, അതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയാൽ, ആ ഉത്തരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളിൽ തന്നെ കുഴിച്ചാൽ ലൈഫ് എന്ന് പറഞ്ഞാൽ മാജിക്കാണ്. കാരണം ലോകത്തിലുള്ള ഏത് ബില്യനേഴ്സിൻ്റെയും കണക്കെടുത്തു കഴിഞ്ഞാൽ 85% ബില്യനേഴ്സും സ്ക്രാച്ചിൽ നിന്ന് അവരുടെ കിരീടം ബിൽഡ് ചെയ്തതാണ്. ആകെ 15% ആൾക്കാർ മാത്രമാണ് ഇൻഹെറിറ്റഡ് ആയിട്ട് ആ ഒരു കസേരയിലേക്ക് കയറിയിട്ടുള്ളൂ. അപ്പം ജീവിതത്തിൽ ഏതൊരു മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ അവനോട് ഉത്തരവാദിത്വം എടുക്കുകയും 100% അവൻ്റെ ജീവിതത്തിൻ്റെ കഥ എഴുതാനായിട്ട് റെഡിയാവുകയും ചെയ്താൽ ജീവിതം അവന് മുമ്പിൽ മാജിക്കായിട്ട് മാറും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങളുടെ ആ ഒരു 4 ലക്ഷ്യങ്ങൾ എഴുതിയുണ്ടാക്കുക. നിങ്ങളുടെ ജീവിതയാത്രയിൽ എൻ്റെ സപ്പോർട്ട് വേണം, നിങ്ങളുടെ ജീവിതത്തിൽ ഫിനാൻഷ്യൽ സക്സസ് ആവാം, റിലേഷൻഷിപ്പ് ആവാം, കരിയർ ആവാം, മണി ആവാം, ഈ 4 ഏരിയാസിലും നിങ്ങൾക്ക് ഒരു അബണ്ടൻസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എൻ്റെ ക്ലാസ്സുകളിൽ വരാം. നമുക്ക് ഒരുമിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ
നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങളുടെ കൈ പിടിക്കാനും നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനായിട്ടുള്ള നിങ്ങളുടെ സ്വന്തം ലൈഫ് കോച്ചായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഉറപ്പായിട്ടും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കടലാസിലേക്ക് എഴുതാനായിട്ടും മറക്കരുത്. കാരണം ജീവിതത്തിൽ ലക്ഷ്യങ്ങളുള്ള 3% മനുഷ്യർക്ക് വേണ്ടിയിട്ട് 97% ആൾക്കാരും ജോലിയെടുക്കുകയാണ്. അപ്പം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഉള്ള ആൾക്കാരായിട്ട് നിങ്ങൾ മാറിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ത്യജിക്കേണ്ടി വരും. സോ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ചിന്ത? താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ.